ശിവാനി, ഇത് നീയായിരുന്നു. നീ എവിടേക്ക് പോയാലും അതെനിക്ക് അറിയാൻ കഴിയില്ലെന്ന് കരുതിയോ നീ? നീ സ്വർഗം, നരകം, ഭൂമി, പാതാളം എവിടെ പോയി ഒളിച്ചിരുന്നാലും എന്റെ ആദിശേഷനെ രക്ഷിക്കാനായി ഞാൻ അവിടെ എത്തിയിരിക്കും. ആദിശേഷൻ, ഇനിയും അവനോടുള്ള നിന്റെ പ്രണയം കുറഞ്ഞില്ലേ? അവനെ നിനക്ക് കിട്ടില്ല എന്നറിഞ്ഞിട്ടും നിന്റെ പ്രയത്നം നീ നിർത്തുന്നില്ലല്ലോ. ആരെ കിട്ടില്ല? എന്തുകൊണ്ട് കിട്ടില്ല? എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എന്നെയും ആദിശേഷനെയും തമ്മിൽ അകറ്റാൻ നിനക്കെന്നല്ല, നിന്നെക്കാളും വലിയൊരു ശത്രു വന്നാലും അവർക്ക് പോലും സാധിക്കില്ല. ഏയ്, എന്തിനാ ചിരിക്കുന്നേ? നീ എതിർക്കാൻ ശ്രമിക്കുന്നത് മായാങ്കനെയാ. ഞാൻ എത്ര ശക്തിശാലിയാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് വീണ്ടും പോരാടാൻ വരുന്നോ നീ? എന്റെ ആദിശേഷനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. നീ എന്നെ മാത്രമല്ല എതിർക്കേണ്ടത്, എന്റെ ഉള്ളിലുള്ള ത്രയംബകനെയും എതിർക്കണം. ത്രയംബകനോ? ഭയം തോന്നുന്നു ഇച്ഛാധാരി നാഗറാണി? നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ തന്നേക്കും, പിന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പോലും വരില്ല. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ശിവാനി. നിങ്ങൾ രണ്ടുപേരും ഒന്നായാൽ ആ നാഗലോകം മുഴുവനും നിങ്ങളുടെ അധീനതയിലാകും. ഞങ്ങളുടെ അന്ത്യം ഞങ്ങൾ തന്നെ എടുക്കുന്നത് പോലെയാകും അത്. ഇന്ന് ആ ആദിശേഷനെ മാത്രമല്ല, നിന്നെയും ഞങ്ങൾ വകവരുത്തിയിരിക്കും. കഴിഞ്ഞ ജന്മത്തിലും ഞാൻ തന്നെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത്. ഈ ജന്മത്തിലും ഞാൻ തന്നെയാണ് നിങ്ങളെ അകറ്റാൻ പോകുന്നത്. ആദിശേഷനെ സർവനാശം വരുത്തും ഞാൻ. മായേ, നീ എന്തിനാണ് ഈ ദുഷ്ടനെ കൂട്ടുപിടിച്ച് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇവൻ നാഗലോകത്തിന്റെ ശത്രുവാണ്. നാഗമാണിക്യം മോഷ്ടിച്ചവരിൽ ഇവനും ഒരാളാണ്. ഇവൻ കാരണം നാഗലോകത്തിന് നാശമുണ്ടായി. നിന്നെ ഇപ്പോ മരണഭയം അലട്ടുന്നുണ്ടല്ലേ? അതിന്റേതാണോ ഈ ഉപദേശങ്ങൾ? അല്ല മായേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നോക്ക്, എനിക്ക് നാഗമാണിക്യത്തിന്റെ ആവശ്യമേ ഇല്ല. ആദിശേഷനെ നഷ്ടപ്പെടുത്തിയിട്ട് നാഗമാണിക്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഓം നമഃ ശിവായ. നാഗലോകത്തുള്ളവളായിട്ട് നാഗമാണിക്യം വേണ്ടെന്ന് പറയുന്നോ? നീ ആ ദുഷ്ടനെ കൂട്ടുപിടിക്കുകയാണല്ലേ? നിന്റെ കൂടെ ആ ത്രയംബകൻ ഉണ്ടെന്ന് കരുതിയല്ലേ നീ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കുന്നത്? എനിക്കും എന്റെ ഗുരുദേവന്റെ ബലമുണ്ട്. ഗുരുദേവ, ത്രികാല, എന്താണ് മായേ? ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് അംഗീകരിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലല്ലേ? വഞ്ചനയുടെ വലയിൽ എന്നെ കുരുക്കിയിട്ട് എന്റെ ജീവൻ നീ ഇല്ലാതാക്കിയില്ലേ? ഗുരുവിന്റെ ശക്തി എന്താണെന്നുള്ളത് നിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. മായാങ്കനിയെ എതിർക്കുന്നതിന് മുൻപ് ഈ ത്രയംബകനെ എതിർക്ക്. ശിവാനി, നീ പേടിക്കണ്ട. എന്നെ പറ്റി നീ ചിന്തിക്കുകയേ വേണ്ട. ആദ്യം മായാങ്കനയിൽ നിന്നും ആദിശേഷനെ രക്ഷിക്കൂ. പോകൂ. ഓം നമഃ ശിവായ.
മായാങ്കനെ, കഴിഞ്ഞ ജന്മത്തിലും എന്റെ ആദിശേഷനെ എന്നിൽ നിന്നും അകറ്റിയില്ലേ? ഈ ജന്മത്തിലും ഞങ്ങൾ തമ്മിൽ അകറ്റിയിട്ട് എന്നെ വേദനിപ്പിക്കാൻ നോക്കണ്ട. എന്താ നീ എന്റെ സ്നേഹം തട്ടിപ്പറിച്ചപ്പോ എനിക്കുണ്ടായ വേദന? ആദിശേഷൻ നിന്റെ സ്നേഹം തിരസ്കരിച്ചതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ബലം പ്രയോഗിച്ച ആരുടെ പ്രണയവും പിടിച്ചു പറ്റാനാവില്ല മായാങ്കനെ. പറയൂ, എന്റെ ആദിശേഷൻ ആരാണെന്ന് പറയൂ. നാഗമാണിക്യം ഞങ്ങളിൽ നിന്നും അപഹരിച്ച് നാഗലോകം തന്നെ നശിപ്പിച്ചവനാണ് നീ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ പോലെ എത്രയോ ഗുരുക്കളെ ഞാൻ കണ്ടിരിക്കുന്നു. നിന്നെ കൊണ്ട് എന്നെ എതിർക്കുക എന്നത് അസാധ്യമാണ്. ശിവാനിയുടെ രക്ഷയ്ക്കായി വന്നവനാണ് ഞാൻ. അവളെ രക്ഷിക്കാതെ ഇവിടെ നിന്നും പോവുകയില്ല. മായേ, പറയൂ, ആരാണവൻ? നീ അവനെ മുമ്പ് കണ്ടതല്ലേ? അതാരാണെന്ന് പറയൂ മായേ. എന്റെ ആദിശേഷനെ എനിക്ക് വിട്ടുതരൂ. വിട്ടുതരാനോ? എന്റെ പ്രാണൻ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. എന്നാലും ആദിശേഷനെ ഞാൻ വിട്ടുതരില്ല. നിന്റെ ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി കഴിയണം. അതുവരെ കാത്തിരിക്കും. ത്രിശൂൽ, ത്രിവിക്രം, ഇവരിൽ ഒരാളുടെ പ്രാണൻ നഷ്ടപ്പെടും. അവനാണ് നിന്റെ ആദിശേഷൻ. ഓം നമഃ ശിവായ. ഹേ മായേ, എന്റെ പ്രാണൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം. എന്നാൽ എന്റെ ആദിശേഷന് ചെറിയൊരു വേദനയുണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നാഗലോകത്തുള്ളവളായിട്ടും നിന്റെ മനസ്സ് ഇത്രയും ഹീനമായ കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇരുപത്തിമൂന്ന് വർഷം ഞാൻ നരകിച്ചപ്പോ എന്നെ ആരും സഹായിച്ചിട്ടില്ല. ഇന്ന് നാഗലോകത്തെ ഗുരുശിഷ്യരെ രണ്ടുപേരെയും കൊന്നിരിക്കും. ആദ്യം ശിഷ്യ, പിന്നീടാകാം ഗുരു. ശിവാനിക്ക് ആപത്താണ്. ആ ത്രയംബകനെ ഞാൻ ഇല്ലാതാക്കണം. അവനെ നശിപ്പിക്കുവാനായി ഞാൻ അഗ്നിയിൽ ഇല്ലാതെ തന്നെയാവണം. അടുത്തേക്ക് വരരുത് ശിവാനി. എനിക്ക് ഇവനിൽ നിന്നും നിന്നെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഇല്ലാതാവുക തന്നെ വേണം. ആ മഹാദേവന്റെ ആശീർവാദം നിനക്കുണ്ട്. അവൻ തന്നെ നിന്റെ ആദിശേഷനെ നിനക്ക് കാണിച്ചു തരും. നല്ലത് വരട്ടെ ശിവാനി. അന്യായമായി എന്റെ ഗുരുദേവനെ നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്നെ എതിർക്കാൻ ശ്രമിച്ചാൽ അനുഭവിക്കുക തന്നെ വേണം ശിവാനി. അനുഭവിച്ചോ. ഓം നമഃ ശിവായ. നീ എന്റെ ആൾക്കാരെയെല്ലാം നശിപ്പിക്കുകയാണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഉറപ്പായും നിന്നെ ഞാൻ ബാക്കി വെക്കില്ല മായേ.
ഇപ്പോൾ എന്റെ ശക്തി എത്രയുണ്ടെന്ന് കാണണോ നിനക്ക്? കാണണോ? നിന്റെ കഥ അവസാനിച്ചു. നിന്നെ കൊണ്ട് ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആദിശേഷൻ ആരാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്താ? അവനെ പറ്റി ഞാൻ തന്നെ മനസ്സിലാക്കിയിരിക്കും. ഇന്ന് അമാവാസിയാണ്. നാഗമാണിക്യത്തിൽ നിന്നും പുറത്തു വരുന്ന ശക്തി കൊണ്ട് എന്റെ ആദിശേഷനെ ഞാൻ എന്തായാലും സ്വന്തമാക്കിയിരിക്കും. ശിവാനി, ശിവാനി. നന്ദീശ, നാഗമാണിക്യം തന്റെ ശക്തി പുറത്തുവിടാനായി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ മുതലാളി, നാഗമണിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് എന്തോ ഒരു പുതുമയുള്ളതുപോലെ. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഈ നാഗമാണിക്യത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ പ്രവേശിക്കും. ഇവിടെ നിന്ന് നമ്മുടെ ജയത്തിനായുള്ള ഓട്ടം ആരംഭിക്കുക. മുതലാളി, ആദ്യം ആദിശേഷനും നാഗറാണി ആരാന്ന് നമുക്ക് മനസ്സിലാക്കണം. വെറുതെ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ നന്ദീശ? അവരുടെ പ്രാണൻ എടുക്കണ്ടേ നമുക്ക്? ബാബ പറഞ്ഞതുപോലെ ഈ നാഗമാണിക്യത്തിന്റെ ശക്തി ആ ഇച്ഛാധാരി നാഗങ്ങളെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. 23 വർഷങ്ങളായി പക സൂക്ഷിക്കുന്ന ആ നാഗങ്ങളെ അവിടെ വെച്ചില്ലാതാക്കും ഞാൻ. നന്ദീശ, ഞാൻ ധ്യാനം തുടങ്ങാൻ പോവാ. ശരി മുതലാളി, ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. നന്ദീശ, ഗുരുക്കളെ തന്നുവിട്ട് ആ കാശ്മീർ ഇങ്ങെടുക്ക. നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹേ തന്നോ വാസുകി പ്രചോദയാത്. നാഗമാണിക്യത്തിന്റെ ശക്തി ദിഗ്വിജയന് ലഭിക്കണമെങ്കിൽ അവന്റെ പ്രയത്നം മാത്രം മതിയാവില്ല, എന്റെ സഹായവും വേണം. കഠിന ധ്യാനം ചെയ്യട്ടെ. മഹാദേവ, ത്രിവിക്രമനെയും തൃശൂലിനെയും രണ്ടുപേരെയും നിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. അവർ രണ്ടുപേരിൽ എന്റെ ആദിശേഷൻ ആരാണെന്ന് പറയൂ മഹാദേവ. ഉത്തരം നൽകൂ മഹാദേവ, എനിക്ക് ഉത്തരം നൽകൂ. നാഗമാണിക്യത്തിൽ നിന്നും പുറത്തു വരുന്ന ശക്തി എളുപ്പത്തിൽ എന്റെ ആദിശേഷനിൽ ചേരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിലും നീ പരീക്ഷണങ്ങൾ തുടരുകയാണല്ലോ മഹാദേവ. ഞാൻ നിന്റെ ഭക്തയാണ്. എന്റെ ഭക്തിയെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ? പരീക്ഷണങ്ങൾ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. 23 വർഷങ്ങളായിട്ടുള്ള പോരാട്ടമാണ് എന്റേത്. ഇതിനായി ഒരുപാട് ജീവിതങ്ങൾ ബലിയായിട്ടുണ്ട്. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ലേ മഹാദേവ? അതിനെല്ലാം ഉത്തരം കിട്ടുന്ന ദിവസമാണിന്ന്. എന്റെ സ്വപ്നങ്ങൾ സഫലമാകുന്ന ദിവസം. ഇതെന്റെ ജീവൻ മരണ പോരാട്ടമാണ് മഹാദേവ. പറയൂ മഹാദേവ, എല്ലാത്തിനും ഇന്നത്തെ ദിവസം എനിക്ക് ഉത്തരം കിട്ടില്ലേ? എനിക്ക് എന്റെ ആദിശേഷനെ തിരികെ കിട്ടില്ലേ മഹാദേവ? പറയൂ. നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹേ തന്നോ വാസുകി പ്രചോദയാത്.
ഇനിയും എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എനിക്ക് തരുന്നത് മഹാദേവ. അങ്ങോട്ട് നോക്ക്, തൃശൂലും ത്രിവിക്രമും അങ്ങയുടെ മുമ്പിൽ തന്നെയുണ്ട്. ആ 2 പേരിൽ എന്റെ ആദിശേഷൻ ആരാണെന്ന് പറയുന്നത് അങ്ങേക്ക് ബുദ്ധിമുട്ടാണോ? പറയൂ മഹാദേവ, പറയൂ, എനിക്ക് ഉത്തരം നൽകൂ. ഈ ഭക്തയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ നീ? ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിനും തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്റെ ആദിശേഷൻ ആരാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എനിക്കറിയണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ. നാഗമാണിക്യം വളരെ വിശിഷ്ടമായി കാണുന്നുണ്ടല്ലോ. ബാബ പറഞ്ഞതുപോലെ നാഗമാണിക്യം ആദ്യം തന്നെ അതിന്റെ ഇച്ഛാശക്തി പുറത്തുവിടും. അതിപ്പോൾ തന്നെ ഞാൻ നേടിയെടുക്കും.